പ്രതീക്ഷയിലാണ് തിരുവനന്തപുരത്തെ LDF സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രൻ. വലിയ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നും തരൂരിന് മുൻപേ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ആളാണ് താനെന്നും അദ്ദേഹം പറഞ്ഞു. തനിക്കെതിരെ ശശി തരൂർ തുടക്കത്തിൽ നടത്തിയ പ്രസ്താവന സമനില തെറ്റിയതിന് തെളിവാണ്. തിരുവനന്തപുരത്ത് രണ്ടാം സ്ഥാനത്തിനായിട്ടാണ് BJPയും കോൺഗ്രസും മത്സരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ മണ്ഡലത്തിലെ അടിയൊഴുക്ക് സാധ്യത തള്ളുന്നില്ലെന്നും പന്ന്യൻ പ്രതികരിച്ചു. നിശബ്ദ പ്രചരണത്തിന്റെ തിരക്കിലാണ് സ്ഥാനാർത്ഥികളെല്ലാം തന്നെ. വിട്ടുപോയവരെ കണ്ടെത്തി അവസാനപ്പെട്ട വോട്ടുറപ്പിക്കുന്നതിന്റെ തിരക്കിലാണ് സ്ഥാനാർത്ഥികളെല്ലാം തന്നെ. തിരുവനന്തപുരം മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രൻ അമൃത ന്യൂസിനൊപ്പം ചേരുകയാണ്. എന്തായാലും വളരെ തികഞ്ഞൊരു ആത്മവിശ്വാസത്തോടു കൂടിയായിരിക്കുമല്ലോ ഈ ഒരു സമയം. തീർച്ചയായിട്ടും ആത്മവിശ്വാസത്തിന് ഒരു കുറവുമില്ല. അത് ആത്മവിശ്വാസം വർദ്ധിക്കുകയുള്ളൂ. ഇന്നലത്തിലൂടെ അത് നല്ലോണം വർദ്ധിച്ചു. കാരണം എന്താ പറഞ്ഞാൽ എനിക്ക് ബോധ്യമായി നമ്മളെ രണ്ട് എതിർ സ്ഥാനാർത്ഥികൾ ആകാശത്തിൽ തമ്മിൽ മത്സരിക്കുകയായിരുന്നു. ആ മത്സരം ക്രെയിനിലാണ് മത്സരിച്ച് നമ്മൾ ഭൂമിയിൽ ഉറപ്പായി ഭൂമിയിൽ നിൽക്കുക ചെയ്യുന്നത്. ആ നിലപ്പ് തന്നെ എൻ്റെത്. വല്ല ഉറപ്പിന് നിൽക്കുക. ഈ ഭൂമിയിലാണ് നിൽക്കുന്നത്. ഒരു ചാഞ്ചാട്ടും എനിക്കില്ല. അതിലൊരു സംശയം വേണ്ട. ഈ പ്രചരണം തുടങ്ങിയ തുടക്കത്തിൽ തന്നെ ആരോപണങ്ങൾക്ക്, അതായത് കൂടുതൽ ആക്രമണങ്ങൾക്കും വിമർശനങ്ങൾക്കും വിധേയനായിട്ടുള്ള ഒരാളാണ് താങ്കൾ. നിലവിൽ UDF സ്ഥാനാർത്ഥി അടക്കമുള്ളവർ താങ്കൾ മത്സരിക്കേണ്ടതിരുന്നില്ല എന്നുള്ളൊരു ഘട്ടത്തിലേക്കുള്ളൊരു വാഗ്വാദങ്ങളൊക്കെ തന്നെ പോയിരുന്നു. എങ്ങനെയാണ് മാനസികമായിട്ട് തന്നെ അതൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കില്ല? ഞാൻ പൊതുപ്രവർത്തകനല്ലേ, എനിക്കെന്ന് മാനസികമായിട്ടുണ്ടാകുന്നത്. പക്ഷേ അദ്ദേഹം പറഞ്ഞിരിക്കുന്നൊരു വാക്ക് അദ്ദേഹത്തിന് അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിന് വ്യക്തമായി മനസ്സിലായില്ല. വലിയ ചിന്തകരൊക്കെ ആയാലും ചില സമയത്ത് അതുപോലെ പ്രവർത്തിക്കണമെന്നില്ലല്ലോ. അദ്ദേഹത്തിന് മനസ്സിലാവാത്തതിൻ്റെ ഒരു കുഴപ്പമാണ്. അദ്ദേഹം പറഞ്ഞതെന്താണെന്ന് ചോദിച്ചാൽ, ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ ആ മത്സരം എന്താ ഇവിടെ കാര്യം എന്നാ. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരാൾക്ക് പറയാവുന്ന ഒരു കാര്യമാണ്, ഒരു സാധാരണക്കാരന് പറയാൻ പറ്റുന്ന കാര്യമാണ്. ആർക്കും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടല്ലോ. മത്സരിക്കുന്ന സ്ഥാനത്ത് ആരാ ജയിക്കുമെന്നുള്ള വോട്ടർമാർ വോട്ട് ചെയ്തിട്ട് എണ്ണീറ്റല്ലേ കണക്കാക്കുക. അതിനു മുമ്പ് പറയും ഇയാൾക്കെന്താ കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മലയാളം എന്താ, പച്ച മലയാളം എന്താ? അത് അഹങ്കാരത്തിൻ്റെ ശബ്ദമാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ അഹങ്കാരത്തിൻ്റെ ശബ്ദമാണ്. അഹങ്കാരത്തിൻ്റെ ശബ്ദം ഇപ്പം അദ്ദേഹത്തിൽ നിന്ന് വിട്ടുമാറിയില്ല. ഇപ്പം ചോദിക്കുന്നു ഇയാൾക്ക് ഇങ്ങനെ ധൈര്യം ഉണ്ടായിരുന്നു. ധൈര്യത്തെക്കുറിച്ച് എന്നോട് പറയാൻ അദ്ദേഹം 40 വർഷമായിട്ട് ഞാനിവിടെ ജീവിക്കുന്ന ആളാണ്. ഒരു തവണ ഇവിടുന്ന് പാർലമെൻറ്റിലേക്ക് പോയ ആളാണ് ഇദ്ദേഹം പോകുന്നതിന് മുമ്പേ. ഇപ്പോൾ അദ്ദേഹത്തിന് 15 വർഷക്കാലല്ലേ ഇദ്ദേഹത്തിന് ഇവിടെ ബന്ധമുള്ളൂ. 15 വർഷം എന്ന് പറഞ്ഞാൽ അദ്ദേഹം തന്നെ പറയുന്നത് ഒരു വർഷത്തിൽ വരുന്ന എത്ര ദിവസമാണെന്നുള്ള അദ്ദേഹം തന്നെ പറഞ്ഞ്. ആ ബന്ധമല്ലേ ഇവിടെയുള്ളൂ, വേറെ ബന്ധങ്ങളൊന്നുമില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ഇയാൾക്ക് ഇങ്ങനെ ധൈര്യം വന്നതെന്ന് ചോദിച്ചാൽ, ആ ധൈര്യത്തെക്കുറിച്ച് അദ്ദേഹം എന്നോട് വെല്ലുവിളിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അതിൻ്റെ അർത്ഥം എന്താ? അദ്ദേഹം തനിയെ സ്വയം താഴ്ന്നു പോവുകയാണ്. ആ താഴ്ചയിലേക്ക് ആ താഴ്ച എൻ്റെ ഒരു ഉത്തരവാദിത്തമല്ല, അത് അദ്ദേഹത്തിനുണ്ടായിരുന്ന ഒരു മാനസിക സ്ഥിതിയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ കൂടിയുള്ള ആളുകൾ മുഴുവൻ അദ്ദേഹത്തെ കൈവിട്ട് പോവുക. അപ്പോൾ കൈവിട്ട് പോകുമ്പോൾ വാർത്തയുണ്ടാവും. ഇപ്പം മധ്യവർഗം ഈ തലസ്ഥാനത്ത് അദ്ദേഹത്തെ കൈവിട്ടിരിക്കുക. അതിന് ഞാനാണോ ഉത്തരവാദി? അദ്ദേഹത്തിനെ കൂടിയുള്ള പലരും പോകുന്നതിന് ഞാനാണോ ഉത്തരവാദി? അദ്ദേഹത്തിൻ്റെ സ്വന്തം പാർട്ടിക്കാർ പോകുന്നതിന് ഞാനാണോ ഉത്തരവാദി? അതൊന്നും നമ്മളെ ഉത്തരവാദിയല്ല. അതിന് എൻ്റെ പേരെ ദേഷ്യം പിടിച്ചുകൊണ്ടുണ്ടായ ഒരു കാര്യമില്ല. അവർ ക്ഷമിക്കൂ സഹോദര എന്ന് എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളൂ. വേറൊന്നും പറയാനില്ല. നിലവിലെ തിരുവനന്തപുരം ജില്ലയിൽ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഈ മത്സരം സംബന്ധിച്ച് BJPയും UDFും തമ്മിലാണ് മത്സരം, അല്ലെങ്കിൽ CPMും കോൺഗ്രസും തമ്മിലാണ് മത്സരമെന്ന് സംസ്ഥാന സെക്രട്ടറി പറയുന്നു. അതിനുശേഷം താങ്കൾ പറയുന്നൊരു പ്രസ്താവന CPMും BJPയും തമ്മിലാണ് മത്സരം. ഇങ്ങനൊരു കോൺട്രഡിക്ഷൻ വരുന്നൊരു സാഹചര്യം ഒന്നുമില്ല. സംസ്ഥാനത്ത് LDF UDFും തമ്മിലാണ് മത്സരം, ഇവിടെയും അത് തന്നെയാണ് മത്സരം. പക്ഷേ ഇവിടെ UDFിൻ്റെ സ്ഥിതി ഇപ്പോൾ കാണുമ്പോൾ ഇങ്ങനെ ചോർന്നു പോകും. അതുകൊണ്ട് അവരെ തമ്മിലായി ഇപ്പം മത്സരം രണ്ടാം സ്ഥാനത്തിന് വേണ്ടി. അവർ UDFും NDAയും തമ്മിലാണ് മത്സരം. അത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. വേറെ നമ്മൾ തമ്മിൽ അതിലൊരു കോൺട്രഡിക്ഷൻ ഒന്നുമില്ല. അങ്ങനെ ധരിക്കണ്ട. എന്തായാലും അടിയൊഴുക്കുകളുടെ ഒരു സാധ്യത ഉണ്ടാകാറുണ്ട്. അടിയൊഴുക്കുകൾ നോക്കാമല്ലോ. അടിയൊഴുക്കുകൾ നമുക്ക് അനുകൂലമായിട്ടാണ് കുറേ അടിയൊഴുക്കുകൾ ഉണ്ടാവുക. നമുക്ക് അനുകൂലമായിട്ടാണ് വരും. കാരണം ജനങ്ങളെ ഭാഗത്ത് നമ്മളല്ലേ ഉള്ളത്. അതുകൊണ്ട് നമുക്ക് അനുകൂലമായിട്ട് അടിയൊഴുക്ക് ഉണ്ടാവും. തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. തികഞ്ഞ ആത്മവിശ്വാസം, ഒരു തർക്കമില്ല. വളരെ തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രൻ. ക്യാമറമാൻ സുരേഷിനൊപ്പം KB ചമപ്രസാദ്, അമൃത ന്യൂസ്.